നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രാചീന ജ്യോതിഷ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഭൃഗു സംഹിത, ജാതകാഭരണം എന്നീ രണ്ട് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചന്ദ്ര നിര്യാണ ഫലമാണ് പറയുന്നത്. അതായത് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ജീവിതത്തിൽ പ്രധാനമായി സംഭവിക്കാൻ സാധ്യതയുള്ള വിപത്തുകൾ, രോഗങ്ങൾ, ആയുസ്സിന്റെ നഷ്ടം എന്നിവയൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് കരുതലെടുക്കാൻ ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഗ്രന്ഥങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഗതിവിഗതികളെ അതിസൂക്ഷ്മമായി വിവരിച്ചിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ. ചന്ദ്രന്റെ സ്ഥാനം അടിസ്ഥാനമാക്കി ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ, വെല്ലുവിളികൾ, ആയുസ്, നിര്യാണ സൂചകങ്ങൾ എന്നിവയൊക്കെ ചന്ദ്ര നിര്യാണത്തിൽ പ്രതിപാദിക്കുന്നു. ഇപ്പോൾ നാം പരിശോധിക്കുന്നത് തുലാക്കൂറുകാരുടെ ഇത്തരത്തിലുള്ള സമ്പൂർണ്ണ ഫലമാണ്. ജീവിതത്തിൽ ആത്മവിശ്വാസവും ബലവും ജാഗ്രതയും നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇത് നാം കാണേണ്ടത്. ഗ്രഹഫലങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കുന്നതിൽ ഉപരിയായി മനുഷ്യൻ തന്റെ ധാർമ്മികത, പ്രാർത്ഥന, സത്സംഗം, ദാനധർമ്മം, ആത്മവിശ്വാസം എന്നിവയിലൂടെ ജീവിതത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ശുഭകരമാക്കാനുമുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. നമുക്ക് ഭൃഗുസംഹിതയിലെ ചന്ദ്ര നിര്യാണ ഫലത്തിലേക്ക് ആദ്യം കടക്കാം. ഭൃഗുസംഹിത പ്രകാരം തുലാക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്ന വ്യക്തികൾ ഭാര്യയുടെ വാക്കുമാനിക്കുകയും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന വ്യക്തികളാണ്. സൗമ്യതയും ബന്ധങ്ങളെ കരുതലോടെ കൈകാര്യം ചെയ്യാനുള്ള മനോഭാവവും ഇവരുടെ പ്രധാന പ്രത്യേകതകളിൽ പെടുന്നുണ്ട്. കാന്ത വാക്യാനുഗാമീച്ച എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് നിര്യാണ വിധി നിശ്ചയം എന്നാണ്. നമുക്ക് ഓരോ പദാനുപദ അർത്ഥങ്ങളെ നമുക്ക് നോക്കാം. കാന്ത വാക്യാനുഗാമി എന്നാൽ ഭാര്യയുടെ വാക്കു മാനിക്കുന്നവർ എന്നാണ് അർത്ഥം. സപ്തമേ അബ്ദേ അഗ്നിജം ഭയം എന്നാണ്. അതായത് 7-ാം വയസ്സിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട ഭയം ഉണ്ടാകുക. അഷ്ടമേ ജ്വരം ഖേദം, 8-ാം വയസ്സിൽ ജ്വരവും ക്ലേശവും ഉണ്ടാകുക. ദ്വാദശേ നീരജം ഭയം, 12-ാം വയസ്സിൽ ജലഭയം ഉണ്ടാകുക. ഭയം എന്നാൽ ജലത്തിൽ അപകടമോ അതുമൂലമുള്ള പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് വിവക്ഷിക്കാം. ഈ പറയുന്ന വയസ്സുകളിൽ ജാതകർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. വിംശയബ്ദേ തുരകോൽപ്പന്നം, 20-ാം വയസ്സിൽ വാഹനമോ കുതിരയോ മൂലമുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യത. തുടർന്ന് സർപ്പഭീതി എന്നും പറയുന്നുണ്ട്, അതായത് സർപ്പഭയം ഉണ്ടാകുക. ഏകവിംശയെ തരോത്പന്നം, അതായത് 21-ാം വയസ്സിൽ വൃക്ഷ സംബന്ധമായിട്ടുള്ള ആപത്തുണ്ടാകുക. 21-ാം വയസ്സിലൊക്കെ തുലാക്കൂറിൽപ്പെട്ട കുട്ടികളെ വൃക്ഷത്തിലൊക്കെ കയറുന്നതിൽ നിന്ന് ശ്രദ്ധിക്കുക, വിലക്കുക. ചന്ദ്രേ സൗമ്യ ഗ്രഹേക്ഷിതേ, ചന്ദ്രനെ ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പഞ്ചശീതി ഭവേദായു എന്നാണ്. അതായത് 85 വയസ്സ് വരെ ആയുസ് ഉണ്ടാകും. വിശാഖേ കൃഷ്ണപക്ഷകേ അഷ്ടമ്യാം എന്നാണ്. അഥവാ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിവസം. ഭൃഗോർ യുക്തി, അതായത് വെള്ളിയാഴ്ച ദിവസം. പൂർവയാമകെ, രാത്രിയുടെ ആദ്യ യാമത്തിൽ. നിധനം അഥവാ നിര്യാണം ഉണ്ടാകുക, അതായത് മരണം സംഭവിക്കുന്ന സമയവും നക്ഷത്രവും ഒക്കെയാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത്. ഭൃഗു മഹർഷിയുടെ നിരീക്ഷണ പ്രകാരം തുലാക്കൂറിൽ ജനിക്കുന്നവർ കുടുംബ കേന്ദ്രീകൃതരും ബന്ധങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുമായിരിക്കും. ബാല്യകാലത്ത് ചില ആരോഗ്യ അപകട സൂചനകളൊക്കെ കാണിച്ചാൽ പോലും ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹം അഥവാ ദൃഷ്ടി ആ ജാതകന്റെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദീർഘായുസ്സും സമാധാനപരമായിട്ടുള്ള ജീവിതവും ലഭിക്കും എന്നതിന്റെ സൂചനയാണ് ഗ്രന്ഥം പറയുന്നത്. ജലഭയം, അഗ്നിഭയം, വാഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അപകട സാധ്യത, സർപ്പഭീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ജാഗ്രത പാലിക്കേണ്ട മേഖലകളെയും വർഷങ്ങളെയും കുറിച്ചാണ്. ഇവ ഭാവിയെ ഭയപ്പെടുത്താനുള്ളതല്ല, മറിച്ച് ജാഗ്രതയോടുകൂടി ജീവിതത്തെ സംരക്ഷിക്കാനാണ്. മുൻകരുതലുകളുടെയും ആത്മബോധത്തിന്റെയും നിർദ്ദേശങ്ങളാണ് എന്ന് സാരം. ഇനി ജാതകാഭരണത്തിൽ പറയുന്ന ചന്ദ്ര നിര്യാണ ഫലങ്ങളെ നമുക്കൊന്ന് പറയാം. രണ്ട് ഗ്രന്ഥങ്ങളിലും ഏകദേശം സമാനമാണ്. ഭാര്യ വചനോ അനുഗാമി എന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. ചന്ദ്രേ നിര്യാണ വിധി സുചിതം എന്ന് അവസാനിക്കുന്നു. നമുക്ക് ഓരോ ശ്ലോകത്തെയും വ്യക്തമായി പരിചയപ്പെടാം. ഭാര്യ വചനോ അനുഗാമി, ഭാര്യയുടെ വാക്ക് പാലിക്കുന്നവർ, അനുസരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അഗ്നിജം ഭയം എന്നാൽ അഗ്നിയിൽ മൂലം ഭയമുണ്ടാകുക, അപകടം ഉണ്ടാകുക, ഇതൊക്കെയാണ്. ജ്വരജ പീഡ, അതായത് ജ്വരത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ജലാദ്ഭയം, ജലഭയം. താരോസ് തുരഗതക ഭയ പാതഹ, വൃക്ഷത്തിൽ നിന്നോ കുതിരപ്പുറത്തു നിന്നോ വീഴുക. ഇവിടെ കുതിരപ്പുറത്ത് തുരകം എന്ന് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് സാരം. സർപ്പഭീതിർ വാ അപി, അതായത് സർപ്പഭീതി ഉണ്ടാകുക. ഏകവിംശൻ മിതേ പീഡ,
അതായത് 21-ാം വയസ്സിൽ സമാനമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുക. ചന്ദ്രേ സൗമ്യ ഗ്രഹേക്ഷിതേ, ചന്ദ്രനെ ശുഭഗ്രഹങ്ങൾ ദർശിച്ചാൽ പഞ്ചാശീതി ഭവേദായു, നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ 85 വയസ്സ് വരെ ആയുസ്സുണ്ടാകുക. വൈശാഖസ്യ ആദ്യപക്ഷകേ, വൈശാഖ മാസത്തിലെ ആദ്യത്തെ ശുക്ലപക്ഷം. സർപ്പേ അഷ്ടമ്യാം, അതായത് ആയില്യ നക്ഷത്രവും അഷ്ടമി ദിവസവും. ഭൃഗോർ വാരെ, വെള്ളിയാഴ്ച ദിവസവും. പൂർവയാമകേ, രാത്രിയുടെ ആദ്യയാമത്തിൽ ഒന്നിച്ചു വരുമ്പോൾ ആ തുലാക്കൂറുകാരുടെ നിര്യാണം ഉണ്ടാകുമെന്നാണ്. ഈ ഗ്രന്ഥത്തിൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സാരം. എന്നിരുന്നാലും രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് 20-ാം വയസ്സിൽ വീഴ്ചകൾ, വാഹന വൃക്ഷ സംബന്ധമായിട്ടുള്ള ആപത്തുകൾ, സർപ്പഭീതി എന്നിവയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. 21-ാം വയസ്സിലും സമാനമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, നേരിടും എന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നാലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ദീർഘായുസിലേക്കും മാനസിക സ്ഥിരതയിലേക്കും നയിക്കുമെന്ന് ഈ ഗ്രന്ഥം വ്യക്തമായി പറയുന്നുമുണ്ട്. ചന്ദ്രനിര്യാണം എന്നത് വെറും മരണത്തിന്റെ സൂചന മാത്രമായി കണക്കാക്കാതിരിക്കുക. ചന്ദ്രൻ മനസ്സിന്റെയും വികാരങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫലങ്ങൾ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളെ കുറിച്ചുള്ള ആത്മീയ സൂചനകളായി തന്നെ കാണണം. ശുഭഗ്രഹ ദൃഷ്ടിയുള്ള ചന്ദ്രൻ ജീവിതത്തിൽ കരുണ, ദൈവവിശ്വാസം, കുടുംബസ്നേഹം, മാനസിക സമത്വം, ദീർഘായുസ് എന്നിവയൊക്കെ നൽകുമെന്ന് ഈ ശാസ്ത്രം പറയുന്നു. ഭൃഗുസംഹിതയും ജാതകാഭരണവും ചേർന്ന് തുലാക്കൂറിൽ ജനിച്ച ജാതകന്റെ ജീവിതയാത്രയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ചില വെല്ലുവിളികൾ, ജീവിതത്തിലെ ജാഗ്രത സമയങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം, ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹം മൂലമുള്ള ദീർഘായുസ്, ഇവയെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നു. ജ്യോതിഷം ഭാവിയെ ഭയപ്പെടുത്താനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ കൂടുതൽ ബോധപൂർവവും ആത്മീയമായിട്ടുള്ള രീതിയിൽ നയിക്കാനുമുള്ള ഉപാധിയാണ്, മാർഗദർശനമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. ദൈവവിശ്വാസം, സത്കർമ്മം, പ്രാർത്ഥന, ധ്യാനം, കരുണ, ധാർമ്മിക ജീവിതം എന്നിവയിലൂടെ ഏത് ഗ്രഹദോഷങ്ങളെയും മനുഷ്യന് അതിജീവിക്കാമെന്ന് നമ്മളുടെ ഋഷീശ്വരന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രാചീന ജ്ഞാനങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അതുവഴി തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ശുഭദിനം.